മിക്കവരും പറയുന്നത് എനിക്കെൻ്റെ മനസ്സിനെ ശരിയാക്കാൻ കഴിയുന്നില്ല, എനിക്കൊന്നിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്നില്ല, എനിക്കെൻ്റെ മനസ്സിനെ ശാന്തമാക്കാൻ കഴിയുന്നില്ല, എൻ്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചു, പക്ഷേ അത് സാധിക്കുന്നില്ല. എൻ്റെ ഏകാഗ്രത എങ്ങനെ വർദ്ധിപ്പിക്കാനാകും? എൻ്റെ മനസ്സിനെ എങ്ങനെ നിയന്ത്രിക്കാനാകും? ഈ ചോദ്യങ്ങൾക്കുള്ള ശരിയായ ഉത്തരം ഒരു ചെറു കഥയിലൂടെ നൽകാൻ ഞാൻ ശ്രമിക്കാം. ഒരിക്കൽ ഒരു ഗുരുദേവൻ തൻ്റെ ശിഷ്യന്മാരെ ധ്യാനം ചെയ്യാൻ പഠിപ്പിക്കുകയായിരുന്നു. അപ്പോൾ ഒരു ശിഷ്യൻ പറഞ്ഞു, ഗുരുദേവ, എന്നോട് ക്ഷമിക്കൂ, ഒരു ചോദ്യം എന്നെ ഏറെ നാളെ അലട്ടുന്നു. മനുഷ്യരായ നാം എല്ലാവരും തുല്യരാണ്. തണുത്ത അന്തരീക്ഷത്തിൽ നമുക്ക് എല്ലാവർക്കും ഒരേപോലെ തണുപ്പ് അനുഭവപ്പെടുന്നു. എന്തുകൊണ്ടാണ് നമുക്ക് ഒരേപോലെ ധ്യാനത്തിലേക്ക് ആഴ്ന്നിറങ്ങാൻ കഴിയാത്തത്? ചിലർക്ക് ധ്യാനത്തിലേക്ക് ആഴ്ന്നിറങ്ങാൻ 5 നിമിഷം മാത്രമേ എടുക്കൂ, ചിലർക്കാകട്ടെ ആഴത്തിൽ ചെല്ലാൻ 3 മണിക്കൂർ എടുക്കും. വളരെയധികം പരിശ്രമിച്ചാലും എനിക്ക് ധ്യാനത്തിന്റെ ആഴത്തിലെത്താൻ കഴിയുന്നേയില്ല. എന്തുകൊണ്ടാണത്? എന്തുകൊണ്ടാണ് നമ്മുടെ അറിവിന്റെ കണ്ണുകൾ ഒരേ സമയം തുറക്കാത്തത്? ഗുരുദേവൻ പറഞ്ഞു, ഒരു ധനികൻ എന്നെ നാളെ ഉച്ചഭക്ഷണത്തിന് ക്ഷണിച്ചിട്ടുണ്ട്. നിനക്ക് എൻ്റെ കൂടെ നാളെ ആ വീട്ടിലേക്ക് വരാം. നിന്റെ ചോദ്യത്തിന് ഞാൻ അവിടെ ഉത്തരം നൽകും. പിറ്റേന്ന് ഉച്ചയോടെ ഗുരുദേവന്റെ കൽപ്പന പ്രകാരം ശിഷ്യൻ അദ്ദേഹത്തോടൊപ്പം ആ ധനികന്റെ വീട്ടിലേക്ക് പോയി. ക്ഷണിക്കപ്പെട്ട ഗുരുദേവന് ധനികന്റെ ഭാര്യ ഭക്ഷണം വിളമ്പാൻ തുടങ്ങി. ശിഷ്യനും അവർ ഭക്ഷണം വിളമ്പി. ധനികനായ ഭർത്താവും അവരുടെ കൂടെയിരുന്നു. പെട്ടെന്ന് ധനികൻ തന്റെ വേലക്കാരനെയും പാചകക്കാരനെയും നോക്കി അലറി, ഒരു ഭക്ഷണത്തിനും രുചിയില്ല, ഈ ഭക്ഷണം കഴിക്കാൻ യോഗ്യമല്ല. പാചകം ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സ് മടുത്തുവോ? വേഗം പോയി രണ്ടാമതൊരു സ്വാദിഷ്ടമായ വിഭവം കൊണ്ടുവാ. ഇതെല്ലാം പറഞ്ഞ് ഭക്ഷണം നിറച്ച പാത്രം തട്ടിത്തെറിപ്പിച്ച് അയാൾ പോയി. ധനികന്റെ ഭാര്യ തന്റെ ഭർത്താവിന്റെ പെരുമാറ്റത്തിൽ വളരെ ലജ്ജിക്കുകയും ഗുരുദേവനോടും ശിഷ്യനോടും ക്ഷമ ചോദിക്കുകയും ചെയ്തു. മകളെ, ഭക്ഷണത്തിന്റെ രുചി വളരെ മനോഹരമാണ്, എനിക്കൊരു പ്രശ്നവുമില്ല. ശിഷ്യൻ തന്റെ ഭക്ഷണപാത്രം വൃത്തിയാക്കി സംതൃപ്തിയോടെ കഴിച്ചു. ഗുരുദേവന്റെ പാത്രത്തിൽ 2 അപ്പം ബാക്കിയുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, മകളെ, നീ ഈ 2 അപ്പം ഒരു തുണിയിൽ പൊതിഞ്ഞ് എനിക്ക് തരൂ. അങ്ങനെ അവർ അവിടെ നിന്നും മടങ്ങി. ആശ്രമത്തിലേക്കുള്ള യാത്രയിൽ ഗുരുജി തന്റെ ശിഷ്യനോട് ചോദിച്ചു, ഇന്നത്തെ ഭക്ഷണം നിനക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടു? ഇത്രയും സ്വാദിഷ്ടമായ ഭക്ഷണം ഞാൻ ഇതുവരെ രുചിച്ചിട്ടില്ല, അതിനാൽ എനിക്കത് വളരെ ഇഷ്ടമായി. ഗുരുദേവൻ പറഞ്ഞു, ഇഷ്ടമായി? അതിൽ കൂടുതലൊന്നും നീ ചിന്തിച്ചിട്ടില്ലേ? ഇതിൽ കൂടുതൽ എന്താണ് ഞാൻ ചിന്തിക്കേണ്ടത്? എന്റെ വയറ് നിറഞ്ഞിരിക്കുന്നു, എന്റെ വിശപ്പിന് ശമനമുണ്ട്. പിന്നെ എന്തുകൊണ്ടാ ധനികൻ അതേ ഭക്ഷണം ഇഷ്ടപ്പെട്ടില്ല? ഭക്ഷണം വളരെ രുചികരമാണെന്ന് നീ പറഞ്ഞു. ശിഷ്യൻ പറഞ്ഞു, പക്ഷേ എനിക്കിതൊന്നും മനസ്സിലാകുന്നില്ല. അതിന്റെ കാരണം താങ്കൾ തന്നെ പറഞ്ഞാലും. അദ്ദേഹം പറഞ്ഞു, അല്പനേരം നടക്കൂ. ഗുരുദേവ, നമ്മുടെ ആശ്രമത്തിലേക്ക് പോകാതെ മറ്റൊരു വഴിയിലൂടെ പോവുകയാണോ? എന്നോടൊപ്പം നടക്കൂ. അപ്പോഴാണ് ആ വഴിയിലൂടെ ഒരു ഭിക്ഷക്കാരൻ വന്ന് ഗുരുദേവന്റെ കാലിൽ കെട്ടിപ്പിടിച്ച് പറഞ്ഞത്, ഗുരുദേവ, എന്നെ രക്ഷിക്കൂ. കഴിഞ്ഞ 2 ദിവസമായി ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. എന്റെ ആത്മാവ് വിശപ്പ് കൊണ്ട് വലയുന്നു. അദ്ദേഹം ആ യാചകനെ ഒരു മരത്തണലിൽ ഇരുത്തി സഞ്ചിയിലുണ്ടായിരുന്ന 2 അപ്പം കൊടുത്തു. അപ്പം കണ്ടപ്പോൾ യാചകന്റെ കണ്ണുകൾ സന്തോഷം കൊണ്ട് തിളങ്ങി. 2 അപ്പവും വളരെ പെട്ടെന്ന് തിന്നു തീർത്ത് ഭിക്ഷക്കാരൻ സന്തോഷത്തോടെ കരഞ്ഞു. 2 കൈയും ചേർത്ത് ആകാശത്തേക്ക് നോക്കി കുമ്പിട്ടു. ഭക്ഷണം കഴിച്ച ശേഷം യാചകൻ ഗുരുദേവന് നന്ദി പറഞ്ഞ് നമസ്കരിച്ചു. അദ്ദേഹം യാചകനോട് ചോദിച്ചു, ഈ ഭക്ഷണത്തിന്റെ രുചി എങ്ങനെയുണ്ട്? ഭിക്ഷക്കാരൻ പറഞ്ഞു, രുചി? ഭക്ഷണത്തിന് എന്തെങ്കിലും രുചിയുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്കതിൽ ദൈവമുണ്ടായിരുന്നു, അതിൽ ജീവനുണ്ടായിരുന്നു. ഈ അപ്പത്തിൽ ഞാൻ അതിജീവിച്ചു. ഇതും പറഞ്ഞ് യാചകൻ അവിടെ നിന്നും പോയി. ഗുരുദേവൻ ശിഷ്യനോട് പറഞ്ഞു, നോക്കൂ, ധനികൻ ഇതേ ഭക്ഷണം ഇഷ്ടപ്പെട്ടില്ല. നീ അത്യധികം രുചിച്ച് സംതൃപ്തിയോടെ കഴിച്ചു. ഭിക്ഷക്കാരൻ ഭക്ഷണത്തിൽ രുചി മാത്രമല്ല, അതിൽ ദൈവത്തെയും ജീവനെയും കണ്ടു. ഒരാൾക്ക് വിശപ്പും ദാഹവും കൂടുന്തോറും ഭക്ഷണം കൂടുതൽ രുചികരവും പ്രാധാന്യമുള്ളതുമായി അയാൾക്ക് തോന്നും. അതുപോലെ മനുഷ്യജീവിതത്തിൽ ധ്യാനത്തിനും അറിവ് നേടുന്നതിനുമുള്ള സമീപനവും ഒന്നുതന്നെയാണ്. ആവശ്യം ശക്തമാകുമ്പോൾ വേഗത്തിൽ ധ്യാനത്തിന്റെ ആഴത്തിൽ പോകാൻ അവന് കഴിയും. അവന്റെ അറിവിന്റെ കണ്ണുകൾ തുറക്കപ്പെടും. ഗുരുദേവ, എനിക്ക് മനസ്സിലായി. എന്റെ ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ കണ്ടെത്തി. ശിഷ്യൻ അവന്റെ ചോദ്യത്തിന് ഉത്തരം കിട്ടി. പക്ഷേ നമ്മുടെ ചോദ്യത്തിന് ഉത്തരം കിട്ടിയില്ല. ഏകാഗ്രത എങ്ങനെ വർദ്ധിപ്പിക്കാം, നമ്മുടെ മനസ്സിനെ എങ്ങനെ നിയന്ത്രിക്കാം എന്നതായിരുന്നു നമ്മുടെ ചോദ്യം. സുഹൃത്തുക്കളെ, നമുക്ക് ഏകാഗ്രത വർദ്ധിപ്പിക്കാൻ കഴിയില്ല, നമുക്ക് മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയില്ല. കാരണം മനസ്സുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്തും അത് നമ്മുടെ മൊത്തം ചിന്തയുടെ ഫലമാണ്. മനസ്സ് കൂടുതൽ ആഗ്രഹിക്കുന്നു. മനസ്സ് നമുക്കില്ലാത്തതെന്താണോ അത് ആഗ്രഹിക്കുന്നു. കുട്ടിക്കാലത്ത് നമ്മളൊരു സൈക്കിളിനു വേണ്ടി ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. സൈക്കിൾ കിട്ടിയാൽ അത് വേണ്ടാതെയാകും. പിന്നീടുള്ള ആഗ്രഹം ഒരു ബൈക്കായിരിക്കും. ബൈക്ക് കിട്ടിയാൽ നമ്മൾ അതിൽ തൃപ്തനാകുന്നില്ല. നമ്മുടെ മനസ്സ് ഒരു കാറിലോട്ടാകും. ഒരുപാട് കഷ്ടപ്പെട്ട് ഒരു കാർ നമ്മൾ സ്വന്തമാക്കുന്നു. പക്ഷേ വില കൂടിയതും ആധുനിക സംവിധാനങ്ങളുമുള്ള പുതിയൊരു കാറിനായി നമ്മുടെ മനസ്സ് ആഗ്രഹിക്കുന്നു.
മനസ്സ് ജീവിതത്തിലുടനീളം നമ്മെ നയിക്കുന്നു. എന്നാൽ മഹാത്മാ ഗൗതം ബുദ്ധൻ സ്വന്തം ജീവിതം കൊണ്ട് പറയുകയും പ്രകടമാക്കുകയും ചെയ്തതുപോലെ ഒരു പരിഹാരമുണ്ട്. നിങ്ങൾ മനസ്സിനെ നിയന്ത്രിക്കേണ്ടതില്ല. കാരണം അതിനെ നിയന്ത്രിക്കാൻ ഒരു മാർഗവുമില്ല. നിങ്ങളുടെ ചിന്തകളെ നിങ്ങൾ നിയന്ത്രിക്കുക. നിങ്ങളുടെ ചിന്തയിൽ ഉറച്ചു നിൽക്കണം. ധ്യാനം നമ്മുടെ ചിന്തയെ നയിക്കുന്നു. ധ്യാനത്തിലൂടെ ഒരാൾക്ക് സ്വന്തം ചിന്തകളെ പൂർണ്ണമായും നിയന്ത്രിക്കാൻ കഴിയും. അവിടെ ആശയക്കുഴപ്പമുണ്ടാകില്ല, ഏകാഗ്രത മാത്രമായിരിക്കും. ഈ നിയന്ത്രിത ചിന്തകളാൽ മനസ്സ് നയിക്കപ്പെടുമ്പോൾ നിങ്ങൾക്ക് അസാധ്യമായി ഒന്നുമില്ല. ഏത് ജോലിയിലോ പഠനത്തിലോ ആത്യന്തിക വിജയത്തിന്റെ കൊടുമുടിയിൽ നിങ്ങളെത്തും. ധ്യാനവും ഏകാഗ്രതയും നിങ്ങളുടെ ദൈനംദിന ശീലമാകുമ്പോൾ നിങ്ങളുടെ മനസ്സിന് നിങ്ങളെ പ്രവർത്തിപ്പിക്കാൻ കഴിയില്ല. കാരണം മനസ്സ് നിങ്ങൾ ആഗ്രഹിക്കുന്നതും നിങ്ങൾ ചിന്തിക്കുന്നതും ചെയ്യും. ഏതു വിഷയത്തിലും മികവ് പുലർത്താനും ലോകത്തെ കീഴടക്കാനും കഴിയുന്ന ആ അചഞ്ചലമായ ചൈതന്യത്തിന്റെ ശക്തി നിങ്ങൾക്ക് അനുഭവപ്പെടും.